ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുദാസ് നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയുന്നത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായവും മർക്കോസ് സുവിശേഷം 10-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായവുമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 3 തരത്തിൽ കരയുന്നവരെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്നാം ഭാഗത്തിലെ കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈലിലെ വിധവയാണ്. ആ വിധവയ്ക്ക് ഇനി ഏക മകനാണ്. അവര് വിധവയാണ്, ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. എന്നാൽ അവരുടെ ഏക ആശ്രയമായിരിക്കുന്ന അവരുടെ മകൻ മരിച്ചുപോയി. ആ മകന്റെ മരിച്ച വിലാപ യാത്രയും ആ മകന്റെ മഞ്ചമായി ചുമന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരോടൊപ്പം കരഞ്ഞ് കണ്ണുമായി ഈ മകന്റെ അമ്മ തനിക്ക് ഏക ആശ്രയമായിരുന്ന, തനിക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള ആശ്രയമായിരുന്ന, തനിക്ക് ചിലവിന് കൊടുക്കുവാൻ, തന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ, തനിക്ക് ഹസ്ബൻഡ് ഇല്ല, എന്നാൽ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഉണ്ടായിരുന്ന തന്റെ മകന് എന്ത് ചെയ്തു, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ആ മാതാവിന്റെ വിലാപം, നിലവിളിയുടെ ഹല്ലേലൂയ നിലവിളിച്ചുകൊണ്ട് തന്റെ അമ്മയെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവരുടെ സങ്കടം, എന്റെ ഏകജാതനായ മകൻ മരിച്ചുപോയെന്ന് പറയുമ്പോൾ യേശു അമ്മയോട് പറയുന്നുണ്ട് കരയണ്ട എന്ന്. കരയണ്ട എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതിനുള്ള മറുപടി യേശുവിന്റെ പക്കലുണ്ട്. കുഞ്ഞെ ഹല്ലേലൂയ കരയണ്ട എന്ന് പറയുമ്പോൾ മാതാവേ നീ എന്താണോ ഇത്രയും നാളും ആഗ്രഹിച്ചത്, എന്ത് ചെയ്യുക, അതിനുള്ള നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവനെ നിനക്ക് നഷ്ടമായെങ്കിൽ ഞാൻ അതിനെ മടക്കി തരുവാൻ എനിക്ക് കഴിയുമെന്നാണ് ദൈവം അവിടെ പറയാതെ പറഞ്ഞത്. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മരിച്ചു പോയത് അല്ലെങ്കിൽ പാപത്തിൽ അടക്കപ്പെട്ട് ആത്മീക മരണം സംഭവിച്ചിട്ടുമുണ്ട്. മദ്യപാനത്തിനും മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ട് തെറ്റായ കൂട്ടുകെട്ടിലൊക്കെ പോയി വീട്ടിൽ വരാതെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വരാൻ പോലും മറന്നു പോകുന്ന മക്കളുമുണ്ട്. അവരെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, നിരാശപ്പെടുന്നവർ. നാളത്തെ കാര്യങ്ങൾ ഓർത്ത് എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ കരയുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് എന്ത് ചെയ്യുന്നു, നൈലിലെ വിധവയുടെ സങ്കടം എന്താണോ, അവൾ എന്തിനാണോ നിലവിളിച്ചത് അതിന് ദൈവം മറുപടി കൊടുക്കുവാനിടയായി. നമ്മുടെ നിലവിളി എന്താണ്? എന്തിനാണ് നാം നിലവിളിക്കുന്നത്? അവിടെ ഏകജാതനായ മകൻ എന്ത് നഷ്ടപ്പെട്ടു, അതിനെ അവൾക്ക് എന്ത് ചെയ്യും, ഒരിക്കലും നിന്നെ തിരിച്ചു ലഭിക്കുന്ന ജീവൻ കൊടുക്കുന്നതിനായ ദൈവം തന്റെ മകന്റെ ജീവനെ മടക്കി കൊടുത്തു. ഈ പിശാച് അവനെ മരണത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു, അവന് ജീവൻ മടക്കി കൊടുത്ത് ഒരു പുതിയ ജീവിതം അവന് മടക്കി കൊടുക്കുവാനിടയായി. 2-ാം ഭാഗം നാം വായിക്കുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46-52 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും യേശു എരിഹോം എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ കുഴനായ പിശക്കാർ നിലവിളിച്ചു, കരഞ്ഞു. നിലവിളിക്കുമ്പോൾ അവിടെ കേട്ടവരെല്ലാം ഇത് വിമർശിച്ചു. എന്നാൽ അവൻ എന്ത് ചെയ്യുക, അത് കേട്ടിട്ടും എന്ത് ചെയ്യുക, പിന്നെയും ദൈവത്തോട് നിലവിളിച്ചു, ദാവീദ് പുത്രാ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് ഹല്ലേലൂയ അവൻ നിലവിളിച്ചപ്പോൾ യേശു എന്ത് അവിടെ നിന്നു. അവൻ ഏത് വിഷയത്തിലാണോ കരഞ്ഞത് ഹല്ലേലൂയ എന്ത് ചെയ്യുക, ആ വിഷയത്തിന് ദൈവം അവൻ എന്ത് ചെയ്യുക, പരിഹാരം നൽകി. അവന്റെ കണ്ണ് തുറന്നു, അവന്റെ അന്ധത മാറി, അവന്റെ ഹല്ലേലൂയ കണ്ണിലെയും അകത്തുമുള്ള ഹല്ലേലൂയ ഇരുട്ട് മാറി. യേശുവിനെ അവനെ കാണുവാൻ സൗഖ്യമാക്കിയ, തന്നെ വിടുവിച്ച് അനേകം അതിലേക്ക് കടന്നുപോയി. എന്നാൽ എന്ത് ചെയ്യാം, ആർക്കും തന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം അവനെ സൗഖ്യമാക്കിയപ്പോൾ ദൈവത്തെ കാണുവാൻ ഇടയായി. യേശുവിനെ അവൻ കണ്ണാൽ കണ്ടു. ആദ്യം അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ ആദ്യം കണ്ടു യേശുവിനെ കണ്ടു. തന്നെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവിനെയാണ് അവൻ കാണുവാനിടയായി. നോക്കുക, അവൻ നിലവിളിച്ചു. അവന്റെ എന്തായിരുന്നു ഭർത്തമായുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ തനിക്ക് കാഴ്ച വേണം, ഈ ലോകം തനിക്ക് കാണണം, തന്റെ ചുറ്റും തനിക്ക് കാണണം. എന്നാൽ എന്ത് ചെയ്യുക, തനിക്ക് കാണാൻ കഴിയാതെ അടഞ്ഞു പോയിരിക്കുന്ന അവസ്ഥ ദൈവം അവന്റെ കണ്ണിനെ തുറക്കുവാനിടയായി. എന്നാൽ നമുക്ക് മറ്റൊരു വ്യക്തി നമുക്ക് നോക്കാം. മംഗലക്കാരത്തി മറിയ ഹല്ലേലൂയ മംഗലക്കാരത്തി മറിയ മാനവ കുടുംബത്തിന്റെ രക്ഷകനായ യേശുവിനെ അന്വേഷിച്ചു തുടങ്ങിയ മറിയ, യേശുവിനെ കാണുവാൻ കഴിയാതെ കല്ലറയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയെ
ദൈവം എന്ത് ചെയ്തു? അവിടെ അടുത്ത സ്ത്രീ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കർത്താവിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി, എനിക്ക് അവനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞ എന്ത് ചെയ്യാ മംഗലകാരത്തിൽ മറിയ കരയുവാണ്. യേശുവാണ് അത് ചോദിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. എന്നാല് മറിയെ എന്ന് വിളിക്കുമ്പോൾ ഗുരുവേ നമ്മൾ തിരിച്ചു വിളിന്നാൽ അപ്പോഴാണ് എന്ത് ചെയ്യുക അവിടെ അകത്ത് മനസ്സിലായത്. എന്റെ അടുത്ത് നിൽക്കുന്ന ആളാരാ? യേശുവാണ്. ആദ്യത്തെ സുവിശേഷൊക്കെ ആരാ? മംഗലകാരത്തിൽ മറിയാണ്, അല്ല യേശു. ഉയർത്തിരിക്കുന്ന ഒന്നൊരു സത്യം. ഹല്ലേലൂയ. ഈ സഹോദരൻ, അതായത് യേശുവിന്റെ 12 ശിഷ്യന്മാരോട് അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് മറിയ. ഹല്ലേലൂയ മരിച്ചു. യേശുക്രിസ്തു മരിച്ചു. മരിച്ച ശേഷം കർത്താവിന്റെ കല്ലറ വിട്ടുപിരിയാതെ അവൾ മരിച്ചു യേശുവിനെ അടക്കിയ കല്ലറയിലേക്ക് ഹല്ലേലൂയ അതിരാവിലെ എന്ത് ചെയ്യാ അവൾ കടന്നു വരികയാണ്. യേശുവിനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം സുഗന്ധ ദ്രവ്യം പൂശുവാൻ വന്നപ്പോൾ യേശു അവിടെയില്ല. അവൾ വലിയ ഭാരപ്പെട്ടു. അവളെ വിടുവിച്ചു കൊണ്ടുവന്ന 7 ഭൂതമുള്ള ഒരു സ്ത്രീയായിരുന്നു മംഗലക്കാരത്തി മറിയ. അവളെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നു. അവളെ അത്രനാൾ പിടിച്ചു വെച്ചിരുന്ന ആ ശത്രു എന്ന രോഗത്തെ ദൈവം അവളെ സൗഖ്യമാക്കി. അവളെ ദൈവം വിടുവിച്ചപ്പോൾ അവൾ കർത്താവിന് വേണ്ടി അവരുടെ ജീവിതത്തെ തിരിച്ചു കൊടുക്കുവാനിടയായി, വേർതിരിച്ചു കൊടുക്കുവാനിടയായി. ദൈവത്തെ പിൻപറ്റുവാൻ നമ്മൾ ഇറങ്ങി തിരിച്ചു. നോക്കൂ, ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ അവനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞത് ഞാൻ യേശുവാന്ന് പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞു, ദൈവമാണെന്ന് പറഞ്ഞു. നീ എന്താ എന്റെ സഹോദരന്മാരോട് പോയി നീ പറയുന്ന അവളുടെ എന്ത് ചെയ്യാ മരിച്ച കർത്താവ് ഉയർത്തു എന്ന് എന്ത് ചെയ്യാ അവളോട് ദൈവം പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞു അവൾ മാത്രം പോയി എന്ന് പറയുന്നു. അല്ലേ മംഗലക്കാരത്തെ മറിയ ശിഷ്യന്മാരോട് പോയി പറയുമ്പോൾ അവർ വിശ്വസിച്ചില്ല, നമുക്ക് കാണുവാൻ കഴിയും. എന്ന് നോക്കുക, ആദ്യത്തെ സുവിശേഷം കൈമാറിയത് മംഗലക്കാരത്തെ മറിയോടാണ്. പ്രിയപ്പെട്ടവരെ, കരയുന്നവർക്ക് വേണ്ടി കൂടെ കരയുന്ന കർത്താവ് ഗ്ലാസിന്റെ കല്ലറക്കിൽ വെച്ച് ഹല്ലേലൂയ ഉല്ലാസം മരിച്ചു. 3 ദിവസമായി 4 ദിവസമായി നാറ്റം വെച്ചു. പക്ഷേ കർത്താവ് അതുവരെയും വന്നില്ലെങ്കിലും പിന്നെ ദൈവം കർത്താവ് വന്നപ്പോൾ അവിടെ മാർത്തയുടെയും മറിയുടെയും കണ്ണുനീർ കണ്ട് കർത്താവ് കരഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്നവർക്ക് ഒരു വേദന വന്നപ്പോൾ എന്ത് ചെയ്യുക കർത്താവിന്റെ ഹൃദയം നൊന്തു എന്നാണ്. കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ വന്നത് കൊണ്ടാണ് മനുഷ്യനെ പോലെ എന്ത് ചെയ്തത് മനസ്സിലുള്ള കർത്താവാണ്. നോക്കുക, അവിടെയും ഏക സഹോദരനായി മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസറിനെ ദൈവം ഉയർപ്പിച്ചവരുടെ കണ്ണുനീർ കണ്ട് കർത്താവ് അവരെ ഉയർപ്പിച്ചു. നമ്മൾക്കിവിടെ 4 പേർക്ക് 4 തരത്തിലുള്ള സങ്കടമാണെങ്കിലും ഇതിനെല്ലാം പരിഹാരം യേശു കർത്താവാണ്. കർത്താവ് ഏത് മരിച്ചവർ ഉയർപ്പിക്കാനാണെങ്കിലും അസാധ്യമെന്ന് പറയുന്ന വിഷയമാണെങ്കിലും കാഴ്ചയില്ലാത്ത എല്ലാ മേഖലകളും നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ പുറത്തും ദൈവത്തിന് കഴിയും. നിങ്ങൾ ഏത് വിഷയങ്ങൾക്കാണോ കരയുന്നത് ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകുക നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ മറുപടി ഉണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കൊന്ന് കരയുവാൻ കഴിയുമോ? ദൈവം നിങ്ങൾക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ സുവിശേഷ വേളയിൽ പങ്കാളികളാകുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.